ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വന്നിരിക്കുക. അപ്പം ഞാൻ വെറുതെ ഈ റീൽ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ അടുത്ത കാലത്തൊന്ന് കേരളം കാണാത്ത 2 ഉമ്മാന സ്നേഹികളെ കണ്ടു, അതും വിത്ത് ഓൺലൈൻ. ഒന്ന് കണ്ടു നോക്കിയേ. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥ അവസാനമായിരുന്നൊരാഗ്രഹം, മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. നിങ്ങളെ കിബറോണ്ടും നിങ്ങളെ കുഞ്ഞോണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ മരിക്കേണ്ടി വന്നത് മനസ്സിലായ? എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. നിങ്ങൾക്ക് നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാം വേണ്ടി കാര്യങ്ങൾ നിസ്കരിച്ച പോലെ കാര്യമില്ല. ആദ്യം ആ മനുഷ്യൻ കൊണ്ടേ ഞാനല്ലേ നിങ്ങൾക്ക് നിങ്ങൾ 2 എണ്ണം വേറെ അവിടെ പറ്റിയിട്ടില്ലേ? അവരെ പോകത്ത് പോയി വിളിക്കാം. കേട്ടോ നിങ്ങളെ? അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മാടെ മോനായിട്ട് അവനക്ക് ജനിക്കണം എന്ന്. ഈ ജന്മത്തില് ഒരു തുള്ളി കഞ്ഞിയുടെ വെള്ളം എടുത്തു കൊടുത്ത ഉപകാരം കൂടി ഇല്ല. എന്നിട്ട് അവൻ അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓൺലൈനിൽ കയറി ഇരുന്നിട്ട് 2 പാടെ ദുആ ചെയ്യാ. കേക്കണം നിങ്ങള്. എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം. കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരുപ്പാന്റെ മകനാകണം. ഓൻ്റെ ആ എഴുത്തിരിക്കണ ഉമ്മാനെ സ്നേഹിയായ ചങ്ങായി ഉണ്ടല്ലോ, ഇവന്റെ ഉമ്മാനെ അത്രയും തെറി വിളിച്ചിട്ടും പച്ചക്ക് പലതും ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങള് ഇവന്റെ ഉമ്മാനെ അവൻ പറഞ്ഞിട്ടും അവന്റെ നാക്കൊന്നും പൊന്തിയില്ല. എന്നിട്ട് ആരൊക്കെ എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കയറി ഇരുന്നിട്ട് ഓല് ഉമ്മാനെ സ്നേഹിക്കുക. അവസ്ഥ ഒന്ന് നോക്കണേ. കണ്ടിട്ട് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, ഒരു ഖുർആൻ ക്ലാസ്സും കൂടി ഉണ്ട്. ലൂത്ത് നബിയുടെ ചരിത്രം കേട്ടോക്കി. പറയുന്ന വ്യക്തി അറിയാമോ? ലൂത്ത് നബിയുടെ കാലഘട്ടത്ത് പിന്നെ ലൂത്ത് നബി പറഞ്ഞു, മീൻസ് ഈ ജനതയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ജനത അതനുസരിക്കാതെ ആയപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളൊരു ചരിത്രം ജാസിക്ക് അറിയാമോ? അപ്പം ഓനിക്കറിയാത്ത കാര്യങ്ങളോ? ഓനിക്കെല്ലാം അറിയാം, പക്ഷെ പുറത്ത് പറയില്ല. പുറത്ത് പറയുന്നത് ഓന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് ആക്കാരം. ഇപ്പൊ 2 പാടെ ഖുർആൻ ക്ലാസ് എടുക്കാൻ ഇറങ്ങിക്കുക. ആരൊക്കെയാണെന്ന് അറിയോ? 1 എക്സ് മുസ്ലിം, 2 സെക്സ് മുസ്ലിം. ഇതാണ് ഇവർ 2 ഇവർ 2 പേരും ഈ ചാനലിൽ ഇരുന്നിട്ട് ഈ പറയുന്നതും ഈ കൊടുക്കുന്നതും. അതാ ഞാൻ പറഞ്ഞത്, ഇവനെ ഞാൻ ഇത്ര വിമർശിക്കുന്നതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ഇവൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഇവന്റെ ഇന്റർവ്യൂകളും ഒക്കെ വിലങ്ങ. സമൂഹത്തിനോ തലമുറക്കോ ഒരു ഉപകാരം ഇല്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണയും കൂടി പരത്തുന്ന രീതിയിലാണ് ഇവന്റെ പല കാര്യങ്ങൾ. ഇപ്പൊ ലൂത്ത് നബിയുടെ കാര്യം എത്രയോ ആളുകൾക്ക് അറിയുന്നൊരു കാര്യമാണ്. ലൂത്ത് നബിയുടെ കാലത്ത് ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് ഇത് മുസ്ലിങ്ങളോടല്ല, മുസ്ലിങ്ങളോടാണ്. കാരണം അവർക്ക് ഇത് അറിയില്ല. ലൂത്ത് നബിയുടെ കാലത്ത് ചരിത്രം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളെ മതി. അവിടെയുള്ള കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിക്കാനുള്ള പെണ്ണുങ്ങളും ഒക്കെ തെരുവിലൂടെ നടക്കുക. അവരാരും മെയിൻ ചെയ്യുന്നില്ല. അവിടുത്തെ സ്ത്രീകൾ ആർക്കും വേണ്ട. ആണിനെ മതി. അങ്ങനത്തെ വ്യഭിചാരം കൂടിയതിന്റെ പേരിലാണ് ഒരു സമൂഹത്തെ, ഒരു ജനതയെ അള്ളാഹ് നശിപ്പിച്ചതെന്ന് ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് കാരണം ഇതുപോലത്തെ കുറെ ജന്മങ്ങൾ ഉണ്ടായതാ. ഏത് ജന്മനാ ഉണ്ടായതല്ല, ജനിച്ചിട്ട് നിലനിൽപ്പിനും വേണ്ടിയിട്ടും ഇതേപോലെ ഇതൊരു ഫാഷനാക്കി എടുത്തിട്ടും ഉണ്ടായ കുറച്ച് വർഗം ഉണ്ടായിരുന്നു. അവരെയാണ് ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചതെന്ന് ഇസ്ലാം ഖുർആനിൽ പറയുന്ന ഒരു ചരിത്രമുണ്ട്. അതവൻ അറിയാവുന്ന അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയാണിപ്പോ. ആലോചിച്ച് നോക്കണം. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഇവനെയും കൊണ്ടൊന്നും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് ഇവൻ ഓരോ ദിവസം തോറും ഇവൻ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുക, തെറ്റിദ്ധാരണകളെ പരത്തി. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ എന്ത്? ആ ഉമ്മ വാട്സാപ്പിൽ കൂടെ ഇവന്റെ ചുറ്റുമുള്ള ആളുകളോടൊക്കെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും പറയാണ്, എനിക്ക് എൻ്റെ കുട്ടീനോടൊന്ന് മുണ്ടണം, എനിക്കൊന്ന് സംസാരിക്കണം, അവന് ജാസി അവിടെ ഉണ്ടാകുമ്പോൾ ഇവനിക്ക് മെസ്സേജ് വിടാൻ പറ്റൂല എന്ന്. ഇന്നലെ ഞാനൊരു വീഡിയോ വിട്ടതിനകത്ത് ആശി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തല്ലരുത്, ഞാൻ പറയാന്ന്. എത്രത്തോളം ആശി അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആ ചെറിയ 1-2 വോയിസ് ക്ലിപ്പുകളിൽ തന്നെ ഞമ്മക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിന്നെ ഞാനത് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ആ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് തരാം, ഒന്ന് കേട്ടു നോക്കി. ചെയ്തോ? തല്ലരുത്. ഇല്ല, മീറ്റ് ചെയ്തോ?
ആന്ന് പറ. ഇന്നലെ കണ്ടത് നിങ്ങള് നന്ദിനി താഴത്തേക്ക് ഇറങ്ങി വന്നു, നിങ്ങൾ മീറ്റ് ചെയ്തു, കൈ തീരെ ഉറപ്പല്ലേ? കേട്ടോ? എന്നിട്ട് ഓൻ എന്ത് ചെയ്യും? ഇതാരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ച ഓൻ അപ്പൊ ആ കോട്ട് കൊടുത്തിട്ട് കേരളത്തില് സന്തോഷ് പണ്ഡിറ്റ് ഉപനിന്നുള്ളൂ ഈ കോട്ട് കൊണ്ട് ഇങ്ങനെ ഫേമസ് ആയിട്ട്. ആരെന്ത് പരിപാടി കുളിച്ചാലും അപ്പ ആ കോട്ട് എടുത്തിട്ട് പോനെ. തിരുമ്പലും കുളിച്ചലൊന്നും ഇല്ലാവോ? ഇവന്റെയൊക്കെ പിന്നാലല്ലേ കണക്കാക്കാലോ. അതെന്തെങ്കിലും ആവട്ടെ, അതല്ലല്ലോ നമ്മളെ വിഷയം. സ്വന്തം ഉമ്മാക്ക് മകനോടൊന്നും സംസാരിക്കാനൊരു കോലല്ല ഇവൻ കാരണം. ഇവൻ എന്തെങ്കിലും അമ്മ ഒരു മെസ്സേജ് വിട്ടാൽ തിരിച്ച് ജാസിയാണ് അതിക്ക് റിപ്ലൈ കൊടുക്കുന്നത്. കുളിച്ച തെറി. എന്നിട്ട് ഓൻ ഓൺലൈനിൽ കയറി എന്നിട്ട് പറയാണ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഈ ഉമ്മാന്റെ മകനായി എനിക്ക് ജനിക്കണം എന്ന്. എന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് മറ്റവന്റെ കരയോക്കി ജാസില് ഈ പാടുന്നതും ഈ വരികളും ഇവരും തമ്മിൽ എന്താ പറയാ, കാസർഗോഡും തിരുവനന്തപുരമാണ്. അത്രക്ക് വ്യത്യാസത്തിലായിരിക്കണേ. അതാ പറയണ്ട, അവരുടെ പ്രവൃത്തി ഒന്നും സംസാരം വേറെ ഒന്നുമാണ്. അപ്പൊ അവരെ ഇന്റർവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂയിലെ വാക്കുകളെ കണ്ടിട്ടോ നിങ്ങൾ അവരെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് തോന്നും എന്താ ഇപ്പൊ ദിവസം ഇവനെ കുറിച്ചിട്ട് തന്നെ ഇവൻ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കണമെന്നല്ല. എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എന്റെ തറപ്പണി കഴിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ഈ സമൂഹത്തിന് അത്രയും ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടുന്നുണ്ട്. പ്രവൃത്തിയൊന്നും സംസാരം വേറൊന്നും. ഇത് കണ്ടിട്ടും അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരിക്കാൻ ഇന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ആ ഉമ്മാടെ അടുത്തേക്ക് ഒന്ന് പോകാനോ ഒന്ന് വിളിക്കാനോ ഈ ജാസി ആശിനെ സമ്മതിക്കൂല. എന്നിട്ട് അവൻ ഇരുന്നിട്ടാണ് ആ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് പറയുന്നത് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഉമ്മാന്റെ മോനാവണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഇവരെ സ്ഥിതിച്ചെങ്കിൽ പിന്നെ ഞാൻ പറയണില്ലേ എന്താ തെറ്റ്? എല്ലാവരും ഒരുമിച്ച് വിഡ്ഢിയാക്കി അറിയില്ലേ? ആ നന്ദിനി റെഡ്ഡിയുടെ കാര്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അവളുടെ അടുത്തുള്ള എവിഡൻസും കൊണ്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടോ കേരളം കാർക്കിച്ച് തുപ്പും. ഞാൻ തന്നെ നെട്ടി. അത്ര അധികം ഉണ്ട് ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവളുടെ അടുത്ത്. എന്നാലും അവളുടെ മാന്യത വെച്ചിട്ടാണ് പലപ്പോഴും പലതും പുറത്തു വിട്ടിട്ടുള്ളത്. എനിക്ക് അവൾ കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു എന്താണ് ഇത്ര വലിയ ഫ്രോഡ് കളികളാണല്ലോ ഇവര് കളിക്കുന്നത്. ഇതൊന്നും പലർക്കും അറിയില്ല. ഇവൻ ഈ ഇന്റർവ്യൂയുടെ കാര്യങ്ങളെ വിലയിരുത്തി മാത്രമാണ് ഇവന്റെ പാവത്തരവും ഇവന്റെ മറ്റേ ഗുണങ്ങളും പലരും പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, ആർക്കും എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. അതെന്ത് ഇവന്റെ ഡ്രസ്സ് കണ്ടിട്ട് അതല്ല ഇവനെ പറയുമ്പോഴത്തേക്ക് ഒരു മറ്റേ എന്താ പറയാ, അപ്പൊ ഒരു സദാചാരക്കാര് വരും. എന്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ, അവനവൻക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമല്ല പോലെ ജീവിക്കട്ടെ. നിങ്ങളൊക്കെ ആ ഉമ്മാനടുത്തൊന്ന് ചെല്ലി എന്നിട്ട് നിങ്ങൾ ഒന്ന് അവിടെ ഇരുന്ന് കമന്റ് അടിക്കും. ഒരു പെറ്റ വയറ് 24 മണിക്കൂറും ഇരുന്ന് കരയാ സ്വന്തം മോനിക്ക് വേണ്ടിയിട്ട്. അപ്പോ അവന് കാണിക്കുന്ന കോമാളിത്തരം, അവനിടുന്ന വെല്ലുവിളിക്കുന്ന പോലത്തെ ഉള്ള വീഡിയോസും കണ്ടിട്ട് അതിനകത്ത് വല്ലതും വിമർശിക്കുമ്പോ അതിൽ വന്ന് നിങ്ങളെ പോലൊക്കെ ഇവനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കണക്കിന് തെറ്റുകാർ നിങ്ങളാ. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ആ തെറ്റ് ചെയ്യുന്നതിന് തുല്യ. അത് നിങ്ങൾക്കറിയോ? അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ നീ എന്തിനത് ചെയ്യുന്നതെന്ന്. പിന്നെ എന്നെ പോലത്തെ കുറച്ച് വിമർശകരുണ്ടെങ്കിലേ ഈ നാളെ നേരം വെളുത്ത ചുരിദാറിട്ട് ഇറങ്ങാന്ന് വിചാരിക്കണ ഒരുത്തനെങ്കിലും വിചാരിക്കൂ വേണ്ട ഇവൻ പിടിച്ച് റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതും നാണക്കേടാണ്. ആ ഒരു പേടിയും കൊണ്ടെങ്കിലും ഒരാള് പിന്നിക്കും. മനസ്സിലായോ? അവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആർക്കും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല. അവന്റെ ഈ ഇൻസ്റ്റാ ഐഡിയിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പെണ്ണുങ്ങളാ ജാസി മറ്റേ ഡ്രസ്സ് അടിപൊളി മറ്റേത് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ ഉമ്മ എടുത്ത് പറയുകയും ചെയ്തു. എന്ത്, ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്യുക. ഇവരെ തെമ്മാടിത്തരങ്ങൾക്ക് നമ്മുടെ ആളുകൾ തന്നെ ഇത്രയും വലിയ പ്രോത്സാഹനവും കൊടുക്കുക. പിന്നെ എങ്ങനെ സമൂഹം നന്നാകാന്ന് ആ വോയിസ് ഒക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിങ്ങനെ കാണുമ്പോണ്ടല്ലോ നിങ്ങൾക്കൊക്കെ രസമായിരിക്കും, പക്ഷെ പെറ്റ വയറിനത് ഒരിക്കലും അത് രസാവൂല. കാരണം സ്വന്തം മകനെയാണ് സമൂഹം ഇങ്ങനെ ഇട്ട് കളിയാക്കുന്നത്. ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രേ. വാടകയ്ക്ക് അവർ താമസിക്കുന്ന അറിയോ? ഒരു ക്വാർട്ടേഴ്സില് കുടുംബം നോക്കേണ്ട ഒരു ചങ്ങായിയാ. ആ ഒരുത്തന്റെ ചെലവില് അടുക്കളയിൽ ഇരുന്നിട്ട് ഓൻ്റെ തേച്ച് കൊടുക്കലും ഓൻ്റെ പിന്നിക്ക് വലിച്ചു കട്ടി കൊടുക്കലും ഓനെ ചുരിദാർ ഇടിയിപ്പിക്കലും ഇതൊക്കെയാണ് ഇപ്പൊ ഓൻ്റെ പരിപാടി. അതിന് നിങ്ങളെ പോലത്തെ ആളുകള് സൂപ്പറും അടിപൊളിയും സപ്പോർട്ടും ക്യൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇങ്ങനെ വാരി കൊടുക്കുക. നിങ്ങൾ കൊടുക്കി
അല്ലാതെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര മനുഷ്യ സ്നേഹിയാക്കാരം, ഞങ്ങളൊക്കെ ഭയങ്കര മോശക്കാരം. പ്രത്യേകിച്ച് ഞാനൊക്കെ ഓനക്കെതിരെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനൊക്കെ വളരെ സമൂഹത്തിന് മോശപ്പെട്ട ആളായിരിക്കും. നിങ്ങളായിരിക്കും നല്ല ആളുകളെ. ഞാൻ ഇവർക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഉമ്മാന്റെ കാര്യം വളരെ അടുത്ത് നിന്ന് എനിക്കിപ്പോൾ അറിയാം. ആ ഒരൊറ്റ സങ്കടം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഇനി തല പോകണേന്ന് പോട്ടെ, ഇനി കേസ് കൊടുക്കേ എന്ത് പണ്ടാരായാലും എനിക്കത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. കാരണം അവൻ്റെ അമ്മ അത്ര കരയുന്നുണ്ട് ഓരോ ദിവസവും. ഇപ്പം ഇന്നലെ ഒരു ചെക്കൻ വന്നു, അവൻ പറയണേ ഞാനും കുറ്റിപ്പുറത്തുള്ള, എനിക്ക് ചെറുപ്പം മുതലേ അറിയൂ ഇവൻ പക്ക ഫ്രോഡാണ്, ഇവന്റെ കളി അങ്ങനെയാണ്.